ഹായ് ഓൾ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ 4th യൂണിറ്റ് ആയിട്ടുള്ള ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ക്ലോഷർ ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. ബിഫോർ ഗോയിങ് ടു ദാറ്റ്, വാട്ട് ഈസ് എ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി? എന്താണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ആക്ച്വലി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു റിലേഷൻ്റെ കേസിലാണ്. അപ്പോൾ ആ ഒരു റിലേഷൻ അതിൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സ് ടു വൈ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പം അതിൽ മീൻ ചെയ്യുന്നത് എന്താണ്? എക്സ് ടു വൈ എന്ന് പറയുമ്പം എക്സ് എന്നുള്ള ഒരു റിലേഷനിലെ ടപ്പിൾസിന് എക്സിൻ്റെ വാല്യൂ സെയിം ആണെന്നുണ്ടെങ്കിൽ ആ സെയിം റിലേഷനിൽ വൈൻ്റെ വാല്യൂസും സെയിം ആയിരിക്കണം എന്നുള്ളതാണ് എക്സ് ടു വൈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഹോൾഡ് ചെയ്യുന്നു എന്നതിൻ്റെ ഉദ്ദേശം. ഓക്കെ, സോ നമുക്ക് എന്താണ് ക്ലോഷർ ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്നത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ക്ലോഷർ ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി? ഫങ്ഷണൽ ഡിപ്പെൻഡൻസിൻ്റെ ക്ലോഷർ എന്ന് പറഞ്ഞ സമയത്ത് എന്താണ്? ദ ക്ലോഷർ ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഈസ് ദ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഓൾ ആട്രിബ്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഫങ്ഷണലി ഡിറൈവ്ഡ് ഫ്രം ദ ഗിവൺ എഫ് ടി യൂസിങ് ആംസ്ട്രോങ് ഇൻഫറൻസ് റൂൾ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന എന്താണ്? സെറ്റ് ഓഫ് attribute, set of all attribute that can be derived from the functionally derived from the എന്താണ് given functional dependency എന്നുള്ളതാണ് ക്ലോഷർ ഓഫ് എഫ് ടി എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോഷർ ഓഫ് എഫ് ടീനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ടാവുക എഫ് പ്ലസ് ഈ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, എഫ് ക്ലോഷർ ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്ലോഷർ ഓഫ് എഫ് ടി എന്നതിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, വാട്ട് ഈസ് ദ മെയിൻ പേർപ്പസസ്? ആക്ച്വലി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലോഷർ ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് കണ്ടെത്തുന്നത്? നമുക്ക് ആക്ച്വലി 3 യൂസാണ് ക്ലോഷർ ഓഫ് എഫ് ടീസ് കണ്ടെത്തേണ്ടതായിട്ട് വരുന്നത്. ഒന്ന്, നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളടുത്ത് കാൻഡിഡേറ്റ് കീ ഫൈൻഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അത്തരം സിറ്റുവേഷനിൽ കാൻഡിഡേറ്റ് കീ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കാണേണ്ടത്? ക്ലോഷർ ഓഫ് എഫ് ടി ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കാൻഡിഡേറ്റ് കീ കണ്ടെത്താനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. ഓക്കെ, സെക്കൻഡ് യൂസ് എന്ന് പറയുന്നത് നമ്മളുടെ നോർമലൈസേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ അടുത്ത് ഏത് നോർമൽ ഫോമിലാണ് ഒരു സെറ്റ് ഓഫ് എഫ് ടീസ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് റിലേഷൻ തന്നിട്ട് ആ ഒരു റിലേഷൻ ഏത് നോർമൽ ഫോമിലാണ്, അതിലുള്ള ഹയസ്റ്റ് നോർമൽ ഫോം ഏതാണ് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തും നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? ക്ലോഷർ ഓഫ് എഫ് ടീസ് ആണ്. ക്ലോഷർ ഓഫ് എഫ് ടീസ് കണ്ടാൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റത്തുള്ളൂ? അതിലെ നോർമൽ ഫോം ഏതാണ് എന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, തേർഡ് യൂസ് എന്ന് പറഞ്ഞത് നമ്മളെടുത്ത് എന്ത് കണ്ടെത്താൻ പറഞ്ഞാൽ എഫ് ടീസ് ഇക്വലൻ്റ് ആണോ, 2 എഫ് ടീസ് തന്നിട്ട് ആ 2 എഫ് ടീസ് ഇക്വലൻ്റ് സെറ്റ് ആണോ എന്നുള്ളത് നോക്കാൻ പറയുന്ന സമയത്തും നമ്മൾ എന്ത് കണ്ടെത്തേണ്ടതുണ്ട്? ക്ലോഷർ ഓഫ് എഫ് ടീസ് കണ്ടെത്തേണ്ടതുണ്ട്. ഓക്കെ, സോ ഈ ഒരു 3 ടൈപ്പ് കാര്യങ്ങളും നമ്മുടെ എക്സാംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാറുണ്ട്. സോ അതിനെല്ലാം നമുക്ക് ബേസിക് ആയിട്ട് എന്തറിയണം? ക്ലോഷർ ഓഫ് എഫ് ടീസ് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് അറിയണം. ഓക്കെ, സോ നമുക്ക് നോക്കാം. ആക്ച്വലി ക്ലോഷർ ഓഫ് എഫ് ഡീസ് കാണാൻ വേണ്ടിയിട്ട് 3 സ്റ്റെപ്സ് ആണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യാറുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു എഫ് ഡി തന്നിട്ടുണ്ടെങ്കിൽ ആ എഫ് ഡിൻ്റെ എൽ എച്ച് എസ്, ആ എഫ് ഡിയിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എ ടു ബി എന്നുള്ള ഒരു എന്താണ് ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ എൽ എച്ച് എസ് എൻ്റെ ക്ലോഷറാണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ എൽ എച്ച് എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ എ അല്ലേ, ഈ ഒരു എ ഇറ്റ്സെൽഫ് എന്തായിരിക്കും? ആ ഒരു ക്ലോഷറിൽ ഇൻക്ലൂഡിങ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ആഡ് ആർ എച്ച് എസ്. ആർ എച്ച് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ആട്രിബ്യൂട്ട് ഏതാണോ അതിനെ നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്? എ ടു ബി ഉണ്ടെങ്കിൽ നമ്മുടെ ആർ എച്ച് എസിൽ വരുന്ന വാല്യൂ ഏതാണ്? ബി ആണ്. സോ ബീനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്ലോഷർ സെറ്റിലോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ലൈ എഫ് ഡീസ്. എഫ് ഡീസ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ നമ്മൾ എ ടു ബി ഇത് മാത്രമേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ എൻ്റെ ക്ലോഷർ കാണുന്ന സമയത്ത് എയും ബിയും വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. ഇനി ഇവിടെ ബി ടു സി എന്നുള്ള ഒരു ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ എഫ് ഡീസ് എന്ന് പറയുമ്പോൾ ഈ ബി ഇതിലുണ്ടെങ്കിൽ ബീനെ കൊണ്ട് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന എഫ് ഡീസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ് അതുകൂടി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ എ ഉണ്ടെങ്കിൽ ബി ഉണ്ട്, ബി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സി കിട്ടുന്നുണ്ട്. സോ നമ്മുടെ എൻ്റെ ക്ലോഷർ കാണുന്ന സമയത്ത് എയും ബിയും സിയും എൻ്റെ ക്ലോഷറിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു എഫ് ഡീസിൻ്റെ ക്ലോഷർ ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. എന്താണ് തന്നിട്ടുള്ളത്? എ റിലേഷൻ
ആർ എ ബി സി ഡി തന്നിട്ടുണ്ട്. അതിൽ തന്നിട്ടുള്ള FDs ഏതൊക്കെയാണ്? A to B എന്നുള്ള ഒരു FD ഉണ്ട്, അതുപോലെ B to C എന്നുള്ള ഒരു FD ഉണ്ട്, ദെൻ AB to D എന്നുള്ള FD ഉണ്ട്. നമ്മളടുത്ത് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് A ക്ലോഷർ. എന്റെ ക്ലോഷർ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, സോ എങ്ങനെയായിരിക്കും എന്റെ ക്ലോഷർ കാണുന്നുണ്ടാവുക? നമ്മൾ പറഞ്ഞു അല്ലേ, എന്റെ ക്ലോഷർ എന്ന് പറയുന്ന സമയത്ത് A ക്ലോഷർ കാണുന്ന സമയത്ത് നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മുടെ റൂളിൽ പ്രകാരം എന്ത് ആഡ് ചെയ്യണം? LHSലുള്ള വാല്യൂ ആഡ് ചെയ്യണം. LHS എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ക്ലോഷർ ആണ് നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ നമ്മൾ എനെ ആഡ് ചെയ്യണം. ഓക്കെ, സോ എന്റെ ക്ലോഷർ കാണുന്ന സമയത്ത് ഇതിലുള്ള ഒരു ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ആട്രിബ്യൂട്ട് എന്തായിരിക്കും? നെക്സ്റ്റ് നമ്മുടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? LHS ആഡ് ചെയ്യണം, ദെൻ നമ്മൾ RHS ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് FDs ആഡ് ചെയ്തിട്ട് പോകണം. അപ്പോൾ LHS ആഡ് ചെയ്യുന്ന സമയത്ത് A കിട്ടി. ദെൻ എയിൽ നിന്ന് എന്തുണ്ട്? A to B എന്നുള്ള ഒരു ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ RHSൽ ഏത് വരുന്നുണ്ടാവും? B വരുന്നുണ്ടാവും. അപ്പോൾ എന്റെ ക്ലോഷറിലോട് നമ്മൾ ഏതിനെ ആഡ് ചെയ്യും? A, B. ദെൻ നമുക്ക് എന്ത് കിട്ടി? B ഉണ്ടെങ്കിൽ B to C എന്നുള്ളൊരു ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് B ഉണ്ടെങ്കിൽ ആരുണ്ടായിരിക്കും? C ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് എന്തുണ്ട്? എയും ബിയും ഈ ഒരു FDs ആ ഒരു ആട്രിബ്യൂട്ടിന്റെ സെറ്റ് അതിന്റെ ക്ലോഷറിൽ വരുന്നുണ്ടെങ്കിൽ എയും ബിയും കമ്പൈൻ ചെയ്താൽ നമുക്ക് ഏത് FD ഉണ്ട് ഇവിടെ? AB to D എന്നുള്ള ഒരു FD എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആരെ കൂടി ആഡ് ചെയ്യാൻ പറ്റും? ഈ ഒരു സെറ്റിലോട്ട് ഡീനെ കൂടി ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടിയിട്ടുള്ളത്? A+, അതായത് എന്റെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും ഡിയും ഉണ്ട്. ഇത് എന്തിന് ഈക്വൽ ആണ്? നമ്മുടെ റിലേഷന് ഈക്വൽ ആണ്. നമ്മുടെ റിലേഷൻ എന്താ തന്നിട്ടുള്ളത്? RABCD. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടുന്ന, നമ്മളിങ്ങനെ ഫൈൻഡ് ചെയ്യുന്ന ഈ ഒരു സെറ്റ് ഓഫ് ക്ലോഷർ എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലോഷർ നമ്മുടെ റിലേഷന് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ആട്രിബ്യൂട്ട്, അതായത് A എന്നുള്ള ഈ ഒരു ആട്രിബ്യൂട്ട് എന്തായിരിക്കും? നമ്മുടെ ഈ ഒരു റിലേഷന്റെ കീ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് കാൻഡിഡേറ്റ് കീ ഫൈൻഡ് ചെയ്യാൻ പറയുന്ന സമയത്ത് കീ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. സോ ആൻസർ ആയിട്ട് വരുന്ന എന്താണ്? A is a candidate key എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സെറ്റ് ഓഫ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? സെയിം ടൈപ്പ് തന്നെയാണ്. റിലേഷൻ RABCD ഉണ്ട് വിത്ത് FDs A to B, B to C, C to D, D to B. എങ്ങനെയായിരിക്കും ക്ലോഷർ കാണുന്നുണ്ടാവുക? നമ്മൾ എന്റെ ക്ലോഷർ, ഇതിലുള്ള ഓരോ വാല്യൂസിന്റെയും ക്ലോഷർ കാണാൻ പറയുമ്പം എന്റെ ക്ലോഷർ കാണുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? A ഉണ്ടെങ്കിൽ B ഉണ്ട്, A ഉണ്ടെങ്കിൽ A ഉണ്ട്, ദെൻ A ഉണ്ടെങ്കിൽ B ഉണ്ട്, B ഉണ്ടെങ്കിൽ എന്തുണ്ട്? C ഉണ്ട്, C ഉണ്ടെങ്കിൽ എന്തുണ്ട്? D ഉണ്ട്, D ഉണ്ടെങ്കിൽ B ഉണ്ട്. B ഓൾറെഡി നമ്മൾ സെറ്റിലോട്ട് ആഡ് ചെയ്തതാണ്. സോ എന്റെ ക്ലോഷർ കാണുമ്പോൾ ABCD എന്ന് വെച്ചാൽ നമ്മുടെ റിലേഷന് സെയിം ആയിട്ടാണ് കിട്ടുന്നത്. സോ ഇതെന്താണ്? നമ്മുടെ കാൻഡിഡേറ്റ് കീ ആണ്. ഓക്കെ, കാൻഡിഡേറ്റ് കീ ആണ്. ഓക്കെ, ദെൻ നമ്മൾ ബിന്റെ ക്ലോഷർ കാണണം. ബിന്റെ ക്ലോഷർ കാണുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വാല്യൂസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക? ബിന്റെ ക്ലോഷർ കാണുന്ന സമയത്ത് B ഇറ്റ്സെൽഫ് ഇതിലുള്ള ഒരു ആട്രിബ്യൂട്ട് ആയിരിക്കും. ദെൻ B വെച്ചിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പെൻഡൻസിയാണ് B to C. സോ C ഒരു ഇതിലെ ആട്രിബ്യൂട്ട് ആയിരിക്കും. ദെൻ C വെച്ചിട്ട് നമുക്ക് എന്ത് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്? C to D ഉണ്ട്. സോ D എന്ന് പറയുന്നത് ഈ ഒരു ക്ലോഷർ സെറ്റിൽ വരുന്ന ഒരു ആട്രിബ്യൂട്ട് ആയിരിക്കും. ദെൻ D ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്? B ഉണ്ട്. B ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക? ബിന്റെ ക്ലോഷർ കാണുന്ന സമയത്ത് ബിയും സിയും ഡിയും ആണ് കിട്ടിയിട്ടുണ്ടായിരിക്കുക. എന്ന് വെച്ചാൽ ഇതിൽ എന്തില്ല? A ഇല്ല. അതുകൊണ്ട് ഇത് എന്തല്ല? നമ്മുടെ കാൻഡിഡേറ്റ് കീ ആയിട്ട് വരുന്നുണ്ടാവില്ല. ഓക്കെ, ദെൻ ഇതുപോലെ തന്നെ നമ്മൾ സീന്റെ ക്ലോഷർ കാണാണ്. സീന്റെ ക്ലോഷർ കാണുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വാല്യൂസാണ് കിട്ടുന്നുണ്ടാവുക? സീന്റെ ക്ലോഷർ എന്ന് പറയുന്ന സമയത്ത് C ഉണ്ടായിരിക്കും. ദെൻ C ഉണ്ടെങ്കിൽ എന്ത് വരുന്നുണ്ട്? D വരുന്നുണ്ട്. സോ C D, D ഉണ്ടെങ്കിൽ എന്ത് വരുന്നുണ്ട്? B വരുന്നുണ്ട്. ഓക്കെ, C D B കിട്ടുന്നുണ്ട്. B ഉണ്ടെങ്കിൽ എന്താണ്? C വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ടാവില്ല? A കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഇതും എന്തല്ല? നമ്മുടെ കാൻഡിഡേറ്റ് കീ ആയിട്ട് വരുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ABCDയിൽ D ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. ഡിന്റെ ക്ലോഷർ കാണുന്ന സമയത്ത് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? ഡിന്റെ ക്ലോഷർ കാണുന്ന സമയത്ത് D ഉണ്ടെങ്കിൽ B ഉണ്ട്. ഓക്കെ, സോ D ഉണ്ട്, D ഉണ്ടെങ്കിൽ B ഉണ്ട്, B ഉണ്ടെങ്കിൽ എന്തുണ്ട്? B ഉണ്ടെങ്കിൽ C ഉണ്ട്. ഓക്കെ, സോ ഇവിടെയും നമുക്ക് DBC എന്നുള്ളതാണ് കിട്ടുന്നത്. ഈ ഒരു സെറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഫൈൻഡ് കാൻഡിഡേറ്റ് കീ അല്ലെങ്കിൽ എന്താണ് ക്ലോഷർ ഓഫ് FDs എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റുന്നുണ്ട്? കാൻഡിഡേറ്റ് കീ ഏതാണെന്ന് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. കാൻഡിഡേറ്റ് കീ ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിലുള്ള ഒരു റിലേഷനിലെ സെയിം വാല്യൂസ് ആണ് നമ്മുടെ ഈ ഒരു ക്ലോഷർ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? അതിൻ്റെ കാൻഡിഡേറ്റ് കീ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.